ഇടുക്കി മറയൂരിലെ കരിമ്പ് കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. തൊഴിലാളിക്ഷാമവും തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവും വിലയിടിവുമാണ് കരിമ്പ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ഏറെ പേരുകേട്ട മറയൂർ ശർക്കരയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഭൗമസൂചികാ പദവി ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് മറയൂരിലെ കരിമ്പ് കർഷകർ വിവിധ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. കരിമ്പിൻ തോട്ടത്തിൽ ജോലിക്കായി തൊഴിലാളികളെ കിട്ടാനില്ല. തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവ് നിയന്ത്രിക്കാനാകാത്തതാണ് മറ്റൊരു പ്രതിസന്ധി. മറയൂർ ശർക്കര എന്ന പേരിൽ വ്യാജ ശർക്കര വിപണിയിലെത്തുന്നുവെന്നും ഇത് വിലയിടിവിനും യഥാർത്ഥ ശർക്കരയുടെ വിൽപ്പനക്കുറവിനും കാരണമാകുന്നുവെന്ന് കർഷകർ പറഞ്ഞു. മറയൂർ ശർക്കര വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വ്യാജമായിട്ട് കൊണ്ടുവരുന്നത് കാരണം ഭയങ്കര വലിയ അത് നിർത്തുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നാലും നമ്മുടെ ശർക്കരയ്ക്ക് 150 രൂപ നല്ല വിലയും കിട്ടും. കൃഷിക്കാർക്ക് 10 രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പാഞ്ഞ് നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യം വരത്തുള്ളൂ. ഇപ്പോൾ വന്ന സ്വർണ്ണം മാളയൊക്കെ പണയം വെച്ച് കഴിഞ്ഞാൽ തിരിക്കാൻ അതുകൊണ്ട് പലിശ പോലും അടയ്ക്കുമ്പോൾ കിട്ടുന്നില്ല. അത് വന്യമൃഗ ശല്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമാണ് കരിമ്പ് കർഷകർ നേരിടുന്ന മറ്റൊരു ഭീഷണി. കഴിഞ്ഞ വർഷമുണ്ടായ കനത്ത വേനലിൽ വലിയ തോതിൽ കരിമ്പ് കൃഷി ഉണങ്ങി നശിച്ചിരുന്നു. ഇതിന് മതിയായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട്. വന്യമൃഗശല്യവും കരിമ്പ് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ മൂലം കർഷകരിൽ പലരും കരിമ്പ് കൃഷിയിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.